ഓഹരി വിപണി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും അല്ലേ? അതുപോലൊരു കഥയാണ് ഓംനിടെക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടേത്. ഒരേ സമയം വലിയ പ്രതീക്ഷയും അതേപോലെ തന്നെ കുറേ ആശങ്കകളും തരുന്നൊരു കമ്പനി. അപ്പോ എന്താണിവരുടെ യഥാർത്ഥ ചിത്രം? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒരു കമ്പനി, പക്ഷേ രണ്ട് മുഖങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ നിരാശപ്പെടുത്തി, പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ നോക്കിയാൽ റെക്കോർഡ് ലാഭമാണ് കാണിക്കുന്നത്. എന്താണ് ഓംനിടെക്കിന്റെ ഈ പ്രകടനത്തിന് പിന്നിൽ? ഈയൊരു കൺഫ്യൂഷന്റെ കാരണം നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പൊ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം അല്ലേ? എങ്ങനെയായിരുന്നു ഓംനിടെക്കിന്റെ മാർക്കറ്റിലേക്കുള്ള എൻട്രി? എന്തൊക്കെയായിരുന്നു അവർ തുടക്കത്തിൽ നേരിട്ട വെല്ലുവിളികൾ? IPOയ്ക്ക് മുൻപ് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റ് ചെയ്തപ്പോൾ സീനാകെ മാറി. നിശ്ചയിച്ച 227 രൂപയ്ക്കും താഴെയാണ് ഓംനിടെക് മാർക്കറ്റിൽ വന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. തുടക്കത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനിയുടെ വിലയെപ്പറ്റി കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അത്രയങ്ങ് വിശ്വാസം വന്നിരുന്നില്ല. പക്ഷേ കഥ അവിടെ തീർന്നില്ല കേട്ടോ. ആ ഒരു മോശം തുടക്കത്തിൽ നിന്ന് ഓംനിടെക് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു എന്ന് തന്നെ പറയാം. ഏറ്റവും പുതിയ സാമ്പത്തിക കണക്കുകൾ പുറത്തു വന്നപ്പോൾ കളി മൊത്തത്തിൽ മാറി. ആ അക്കങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത് നോക്കിയാലോ? ഏകദേശം 95%. ഒന്നാലോചിച്ചു നോക്കിയേ, കഴിഞ്ഞ വർഷത്തെ ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാനത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം. ഇതൊരു ചെറിയ കാര്യമല്ല. കമ്പനിയുടെ ബിസിനസ് ഒരു റോക്കറ്റ് വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ ഈ വളർച്ചയുടെ പിന്നിലെ ആ ഒരു മാജിക് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? ഇതാണ് ആ ഉത്തരം. വെതർഫോർഡ് പ്രോഡക്ട്സ് എന്ന കമ്പനിയുമായിട്ട് കിട്ടിയ 920 കോടി രൂപയുടെ ഒരു ഭീമൻ കോൺട്രാക്ട്. ഇത് ഓംനിടെക്കിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒറ്റയടിക്ക് വാനോളം ഉയർത്തി. ഈ വളർച്ച എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദവും ഈ വർഷത്തെ മൂന്നാം പാദവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടോ? വളരെ വലുതാണ്. വരുമാനം ഏകദേശം 134-142 കോടി രൂപയിലേക്കാണ് കുതിച്ചുയർന്നത്. കമ്പനിയുടെ വളർച്ചയുടെ വേഗത ഇത് ശരിക്കും വരച്ചുകാട്ടുന്നുണ്ട്. വരുമാനം മാത്രം കൂടിയാൽ പോരല്ലോ, ലാഭം വേണ്ടേ? ആ കാര്യത്തിലും ഓംനിടെക് ഒട്ടും പിന്നിലായില്ല. അറ്റാദായം ഏകദേശം 22-23 കോടിയായി ഉയർന്നു. പിന്നെ ഇബിഡ മാർജിൻ, അതായത് കമ്പനിയുടെ പ്രവർത്തന ലാഭം 41%. അത് വളരെ മികച്ചൊരു കണക്കാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പനി വെറുതെ വളരില്ലയല്ല, നല്ല ലാഭത്തിൽ തന്നെയാണ് വളരുന്നത്. ശരി, ഈ കണക്കുകളൊക്കെ കൊള്ളാം. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ചിലർ ഈ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ഇത്രയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്? നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോ എന്താണ് ഓംനിടെക്കിന്റെ ഈയൊരു കുതിപ്പിന് പിന്നിലെ രഹസ്യം? ശരിക്കും പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, കൈനിറിയെ ഓർഡറുകളുണ്ട്, അതായത് അടുത്ത കുറച്ചു കാലത്തേക്ക് വരുമാനം ഏകദേശം ഉറപ്പാണ്. 2, വരുമാനത്തിന്റെ ഏതാണ്ട് 79% വരുന്നത് കയറ്റുമതിയിൽ നിന്നാണ്, അതായത് ആഗോള വിപണിയിൽ ഇവർക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. 3, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സർക്കാർ പദ്ധതികൾ ഇവർക്ക് അനുകൂലമായൊരു സാഹചര്യമൊരുക്കുന്നുണ്ട്. അവസാനമായിട്ട് IPO വഴി കിട്ടിയ പണം ഉപയോഗിച്ച് പുതിയ ഫാക്ടറികൾ നിർമ്മിക്കുകയാണ്. ഇത് ഉൽപ്പാദനം ഇനിയും കൂട്ടാൻ സഹായിക്കും. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളതുപോലെ. ഈ ഒരു വിജയഗാഥയ്ക്കിടയിലും ചില അപകടസൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാണ് ഓംനിടെക് നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികൾ? അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പ് ഈ PE റേഷ്യോ എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ഒരു കമ്പനിയുടെ ഓഹരി വില അതിന്റെ വരുമാനത്തിന്റെ എത്ര മടങ്ങാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഒരു കമ്പനിയുടെ PE റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനിയിൽ നിന്ന് ഭാവിയിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഇനി ഓംനിടെക്കിന്റെ കാര്യം നോക്കാം. ഇവരുടെ PE റേഷ്യോ ഭയങ്കര കൂടുതലാണ്, അതായത് ഓഹരിക്ക് വിപണി കൊടുത്തിരിക്കുന്ന വില വളരെ ഉയർന്നതാണ്. ഈ വിലയെ ന്യായീകരിക്കണമെങ്കിൽ കമ്പനി ഭാവിയിലും ഇതുപോലെയുള്ള ഗംഭീര പ്രകടനം തുടർന്നുകൊണ്ടേയിരിക്കണം. ചെറിയൊരു പിഴവ് വന്നാൽ പോലും അത് ചിലപ്പോൾ വലിയൊരു തിരിച്ചടിയായേക്കാം. അത് മാത്രമല്ല, വേറെയും ചില ചുവന്ന കൊടികളുണ്ട്. കമ്പനിക്ക് വലിയ കടമുണ്ട്. വരുമാനത്തിനായി 1-2 പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിനെ മാത്രം ആശ്രയിക്കുന്നത് എപ്പോഴും ഒരു റിസ്ക്കാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി, കണക്കുകളിൽ ലാഭം കാണിക്കുന്നുണ്ടെങ്കിലും ആ പണം മുഴുവനായിട്ടും കമ്പനിയുടെ കയ്യിലെത്താൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ നമ്മള് ഈ കഥയുടെ 2 വശവും കണ്ടു. ഒന്നിൽ നല്ല വളർച്ച, മറ്റേതില് കുറെ ആശങ്കകൾ. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പം എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഓംനിടെക് ശരിക്കും ഒരു നല്ല അവസരമാണോ അതോ ഒരു കെണിയാണോ? ഇവിടെയാണ് ശരിക്കുള്ളൊരു പോരാട്ടം നടക്കുന്നത്.
ഒരു സൈഡിൽ നോക്കിയാല് തകർപ്പൻ വളർച്ച, കൈനിറയെ ഓർഡറുകൾ, ഉയർന്ന ലാഭം. പക്ഷെ മറുവശത്തോ ആകാശം മുട്ടയുള്ള ഓഹരി വില, കടബാധ്യത, പിന്നെ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിനെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ ഓംനിടെക്കിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയാലോ? മൂന്നാം പാദത്തിലെ ഫലങ്ങൾ മികച്ചതാണ്, ഓർഡറുകൾ ധാരാളമുണ്ട്, അതൊക്കെ പോസിറ്റീവ്. പക്ഷേ ഓഹരിയുടെ വില കൂടുതലാണ്, കടം പോലുള്ള ചില റിസ്കുകളുണ്ട്. അപ്പോൾ ഇതൊരു സമ്മിശ്ര ചിത്രമാണ് തരുന്നത്. അതേ എന്നോ അല്ല എന്നോ എളുപ്പത്തിലൊരു ഉത്തരം പറയാൻ പറ്റാത്ത ഒന്ന്. അവസാനം നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിൽ തന്നെ തിരിച്ചെത്തുകയാണ്. കൈനിറയെ ഓർഡറുകളുണ്ട്, പക്ഷെ ഓഹരി വിലയോ ആകാശത്തും. ഓംനിടെക് എഞ്ചിനീയറിംഗ് ശരിക്കും ഒരു വഴിത്തിരിവിലാണോ നിൽക്കുന്നത്? ഈ ഗംഭീര പ്രകടനം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണോ? അതോ വിപണിയുടെ ഈ അമിത പ്രതീക്ഷകൾ തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നതെന്ന് ചോദ്യം ബാക്കിയാവുന്നു. ഉത്തരമെന്തായാലും കാലം തെളിയിക്കും.